ഒഴിഞ്ഞുകിടക്കുന്ന നിരവധി തസ്തികകളിൽ സ്ഥിര നിയമനം നടത്താതെ ഒളിച്ചുകളിച്ച് കേരള സ്പോർട്സ് കൗൺസിൽ. വർഷങ്ങളായി താൽക്കാലിക കരാർ നിയമനങ്ങൾ മാത്രമാണ് സ്പോർട്സ് കൗൺസിലിൽ നടക്കുന്നത്. ഇത് പിൻവാതിൽ നിയമനത്തിന് വഴിയൊരുക്കുമെന്നാണ് ആരോപണം. ദേശീയ രാജ്യാന്തര വേദികളിൽ കഴിവ് തെളിയിച്ച കായിക താരങ്ങളടക്കം ജോലിക്കായി കാത്തിരിക്കുമ്പോഴാണ് സ്പോർട്സ് കൗൺസിലിലെ കരാർ നിയമനങ്ങൾ. സ്പോർട്സ് കൗൺസിലിന് കീഴിലുള്ള 143 പരിശീലന തസ്തികകളിൽ നിലവിൽ സ്ഥിരം ജീവനക്കാരായി ഉള്ളത് 71 പേർ മാത്രം. ശേഷിക്കുന്ന തസ്തികകളിൽ കരാർ ജീവനക്കാരും ദിവസന വേതനക്കാരുമാണ് ജോലി ചെയ്യുന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിലിലെ ഓഫീസ് ജീവനക്കാരുടെ 78 തസ്തികകളിൽ 46 പേരും താൽക്കാലിക ജീവനക്കാരാണ്. വർഷങ്ങളായി കേരള സ്പോർട്സ് കൗൺസിലെ നിയമനങ്ങൾ PSCക്ക് വിടണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും ഇതുവരെ നടപ്പിലായിട്ടില്ല. 14 വർഷം മുമ്പാണ് പരീക്ഷയും കായിക പരീക്ഷയും അഭിമുഖവും നടത്തി അവസാനമായി പരിശീലകരെ സ്ഥിരമായി നിയമിച്ചത്. അതിനുശേഷം കരാർ അടിസ്ഥാനത്തിനുള്ള നിയമനങ്ങളാണ് നടക്കുന്നത്. ജില്ലാ ഓഫീസ് ജീവനക്കാരുടെ നിയമത്തിലും യോഗ്യതാ പരീക്ഷ നടത്താറില്ല. കൗൺസിൽ ഭരണസമിതിയുടെ അഭിമുഖം മാത്രം നടത്തി താൽക്കാലിക നിയമനങ്ങളാണ് നടത്തുന്നതെന്നും ഇതിനായി സർക്കാരിന്റെ അനുമതി പോലും തേടാറില്ലെന്നും ആരോപണമുണ്ട്. മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് പിൻവാതിൽ നിയമനം നടത്താനാണ് സ്പോർട്സ് കൗൺസിലെ തസ്തികകൾ ഒഴിച്ചിടുന്നത്. പരിശീലകർ അടക്കം സ്പോർട്സ് കൗൺസിലെ നിലവിലെ ജീവനക്കാരിൽ ഭൂരിഭാഗവും കഴിഞ്ഞ 2 LDF സർക്കാരിന്റെ കാലത്ത് രാഷ്ട്രീയ നിയമനം കിട്ടിയവരാണ്. കഴിഞ്ഞ 10-13 വർഷമായി സ്ഥിരമായി പരിശീലകരെ നിയമിച്ചിട്ട് 2013 ശേഷം ഇതുവരെയായിട്ടും സ്ഥിരമായി പരിശീലകരെ നിയമിച്ചിട്ടില്ല. എല്ലാം കോൺട്രാക്ട് ബേസിലും ടെമ്പററി ആയി അവർക്ക് ആവശ്യം വരുമ്പോൾ അവർ ഇന്റർവ്യൂ നടത്തി എടുക്കുന്ന രീതിയാണ് നടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട നിരവധി നല്ല പരിശീലകർ ഇവിടെ പങ്കെടുക്കാൻ വരുന്നുമില്ല. പിന്നെ എംപ്ലോയ്മെന്റ് മുഖാന്തരമോ അതല്ലെങ്കിൽ PSC മുഖാന്തരമോ വന്ന ആൾക്കാരൊന്നുമല്ല. അതെല്ലാം രാഷ്ട്രീയപരമായി തന്നെ സ്വാധീനമുള്ള ആൾക്കാരുടെ മേഖലകളിൽ നിന്നും വരുന്നവരെ തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് 23 താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ ഭരണസമിതി സർക്കാരിന് ശുപാർശ നൽകിയിരുന്നു. എന്നാൽ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനെതിരെ ഹൈക്കോടതി ശക്തമായ നിലപാടെടുത്തതോടെ സർക്കാർ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തില്ല. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.